സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനവുമായി വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരത്തിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം പറയുന്നത് ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിന്റെ വചനം അപ്പോസ്തലനിലൂടെ പറയുന്നു, നമ്മെ ക്രിസ്തു സ്വാതന്ത്ര്യപ്പെടുത്തി. നാം അടിമ നുകത്തിന് കീഴിലായിരുന്നു, അതിൽ വീണ്ടും നാം കുടുങ്ങി പോകരുതേ. ഒന്നിനും നമ്മള് അന്ന് പറയുകയാണെങ്കിൽ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നെങ്കിലും ഇന്ന് നാം നോക്കുമ്പോൾ നമ്മൾ പലതിനും അടിമകളായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതായിരുന്നു, പാപത്തിന് അടിമയായിരുന്നു, നമ്മുടെ സ്വയത്തിന് അടിമയായിരുന്നു, ജഡത്തിന് അടിമയായിരുന്നു, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് അടിമയായിരുന്നു. ഇങ്ങനെ പലതിലും അടിമകളായിരുന്ന നമ്മെ ക്രിസ്തുവിലൂടെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് അതിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പറയുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകാൻ ഒത്തിരി ചാൻസസ് ഉണ്ട്. അപ്പൊ നാം അതിൽ ഒരിക്കലും കുടുങ്ങി പോകുവാനായിട്ട് ആകരുത്. ആ സ്വാതന്ത്ര്യത്തിൽ, ആ ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കണം. ഇവിടെ പറഞ്ഞ അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ആ നുകം നമുക്ക് പറയുന്നത് ഒരു അടിമത്വത്തിന്റെ അവസ്ഥയാ നുകം എന്ന് പറയുന്നത്. അത് ആർക്ക് നാം അടിമയായിരിക്കുന്നുവോ അവർക്ക് ദാസന്മാരായിരിക്കുകയാണെന്ന് റോമാലേഖനം നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ നുകം എന്ന് പറയുന്ന ആർക്ക് നാം അടിമത്വത്തിലായിരിക്കുന്നു അവരെ സേവിക്കുന്ന ഒരവസ്ഥ. ആ അടിമ നുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്ന അവസ്ഥ. അപ്പം പഴയ നിയമമാണ്, ന്യായപ്രമാണമാണെങ്കിലും അതുപോലെ തന്നെ എന്താണെങ്കിലും നാം ഒരു നുകത്തിന് കീഴിലായിരിക്കുന്ന, അത് നിർബന്ധത്താൽ നമ്മളെ അടിമകളാക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കുന്നത്, നമ്മൾ ആ നുകത്തിൽ നിന്ന് മാറി ക്രിസ്തുവിന്റെ ആ ഒരു നുകത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ എന്താ അങ്ങനെ നുകമെന്ന് പറയുന്നത്? പക്ഷേ നമ്മള് മറ്റു അടിമ നുകങ്ങളിൽ ആയിരിക്കുന്നത് പോലെ അല്ല ക്രിസ്തുവിന്റെ നുകത്തിൻ കീഴിലായിരിക്കുന്നത്. അപ്പം മറ്റ് ഏത് നുഖങ്ങളും നമ്മെ നിർബന്ധത്താലാണ് അടിമകളാക്കുന്നത്. പക്ഷെ നാം ക്രിസ്തുവിന്റെ നുകത്തിൻ കീഴിലാകുന്നത് എങ്ങനെയാ? ക്രിസ്തു നമ്മളെ കീഴ്പ്പെടുത്തുന്നില്ല അല്ലേ? നമ്മള് ആ നുകത്തിൻ കീഴിൽ സ്വമേധയാ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാ ചെയ്യുന്നത്. അപ്പൊ ആ മറ്റ് ഏതും നുകവും നമ്മെ അടിച്ചമർത്തുമ്പോൾ, പക്ഷെ ക്രിസ്തുവിന്റെ നുകത്തെ കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ നുകം മൃദുവും അത് ലഘുവുമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് തന്റെ നുകത്തിൻ കീഴിൽ ആരും അങ്ങനെ അടിമകളായി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചോയ്സാ ക്രിസ്തുവിന്റെ നുകത്തിലായി തീരുക എന്നുള്ളത്. അപ്പൊ നാം ആ ക്രിസ്തുവിന്റെ അടിമത്തത്തിന് കീഴിലാകുമ്പോൾ അതിനകത്തുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, നമുക്ക് സമാധാനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ മറ്റു നുകത്തിൻ കീഴിലായിരിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമില്ല, നമുക്ക് സമാധാനമില്ല, നമുക്ക് സന്തോഷമില്ല, ഒരു അടിമയുടെ അവസ്ഥ, നമുക്കൊന്നും സ്വയം ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. പക്ഷെ ക്രിസ്തുവിന്റെ നുകത്തിൻ കീഴിൽ അതിനകത്തുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ലോകത്തിൽ ആർക്കും നേടാൻ കഴിയാത്ത ഒരു വലിയ സമാധാനവും സന്തോഷവും നിത്യജീവനെയും പ്രദാനം ചെയ്യുന്നതാണ് ക്രിസ്തുവിന്റെ നുകം എന്ന് പറയുന്നത്. അപ്പം ചോയ്സ് നമ്മുടെയാ. ക്രിസ്തു ആരും തന്റെ നുകത്തിൻ കീഴിൽ അടിമപ്പെടുത്തുന്നൊന്നുമില്ല. നമ്മൾക്ക് സ്വയം തിരഞ്ഞെടുക്കാം. നമ്മെ തന്നെ ആ നുകത്തിന് കീഴിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാം അടിമകൾ സന്തോഷത്തോടെയല്ല തന്റെ യജമാനെ സേവിക്കുന്നത്. പക്ഷേ നാം ക്രിസ്തുവിന്റെ നുകത്തിലായിരിക്കുമ്പോൾ നാം സന്തോഷത്തോടെ നമ്മുടെ യജമാനെ സേവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ക്രിസ്തുവിന്റെ നുകവും അടിമ നുകവും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പക്ഷെ നാം പണ്ടായിരുന്നു നമുക്ക് സമാധാനമില്ലാത്ത അവസ്ഥ, നമുക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ, നാം പലതിലും കുടുങ്ങിപ്പോയിരുന്ന അവസ്ഥ. നാം അതിലേക്ക് ഇനി ആകുവാൻ നാം ശ്രമിക്കരുത്. ഈ ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുക എന്നതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 13 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ഈ സ്വാതന്ത്ര്യത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ നമുക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതിനുവേണ്ടി നമ്മളിൽ ഒരാൾ വസിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട് നാം ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽപ്പാൻ ദൈവം നമ്മെ
പ്രാപ്തരാക്കുന്നു. സ്വയമായി നമുക്ക് ചെയ്യുവാൻ കഴിയില്ല, പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഈ സന്തോഷവും സമാധാനവും ഈ സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ നുകത്തിൽ നിലനിൽക്കുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ നാം മറ്റുള്ളതിന് അടിമപ്പെടുവാൻ ഇടയാകരുത്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിലും അതുപോലെ തന്നെ പാപത്തിന്റെ ആ ആകർഷണ വലയത്തിലുമാണ് ജീവിക്കുന്നത്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എങ്കിലും നാം പാപത്തിന്റെ ആ സാമീപ്യത്തിലും ആ ആകർഷണ വലയത്തിലുമാണ് ജീവിക്കുന്നത്. വീണ്ടും നമുക്ക് പാപത്തിലേക്ക് പോകുവാനുള്ള അനേകം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നാം അതിലേക്ക് പോകാതെ നമ്മെ ആ ക്രിസ്തുവിന്റെ നുകത്തിന് കീഴിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നു. അതാണ് 13 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. ഇനി 3-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 3-ാമത്തെ വാക്യം, പരിച്ഛേദന നമ്മൾ 2-ാമത്തെ വാക്യം പഠിച്ചത്. അപ്പം 2-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുക, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 2-ാമത്തെ വാക്യം, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ ഒരു കൽപ്പന അനുസരിച്ചാൽ നാം നീതീകരിക്കപ്പെടുകയില്ല. കാരണം എന്താ? ന്യായപ്രമാണം പറയുന്നു, ന്യായപ്രമാണം മുഴുവനായി അനുസരിക്കാതെ ആർക്കും രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. അത് ആർക്കും മുഴുവനായി അനുസരിപ്പാനായിട്ട് കഴിയുകയില്ല. അപ്പം നമ്മൾ സ്വയം പ്രവൃത്തി കൂടാതെ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവർ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തി നാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയത് താഴെയുള്ള വാക്യങ്ങളിലൊക്കെ പറയുന്നു. അപ്പം നിങ്ങൾ ആ പരിച്ഛേദന ഏറ്റാൽ, ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയും കൂടെ അത് ആചരിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. കാരണം ക്രിസ്തു എന്ന് പറയുന്ന സമ്പൂർണ്ണ രക്ഷകനാ. അപ്പൊ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, നമ്മുടെ സ്വയം പ്രയത്നം കൊണ്ടല്ല നാം സ്വതന്ത്രരായത്. അപ്പൊ അങ്ങനെയാകുന്ന സ്ഥിതിക്ക് നമ്മൾ വേറെ എന്തിനെങ്കിലും പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്ഷയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല. ക്രിസ്തുവിനെ കൊണ്ട് നമുക്കൊരു ആവശ്യമില്ല. ക്രിസ്തുവാണ് നമ്മെ തിരഞ്ഞെടുത്തത്, നമ്മെ രക്ഷിച്ചത്, നമ്മെ സ്വതന്ത്രരാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ നാം മറ്റൊരു പ്രവൃത്തിയിൽ ആശ്രയിക്കുകയാണെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത് വെറും വ്യർത്ഥമായി തീരും. ഓക്കെ, നമുക്ക് 3-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 3-ാമത്തെ വാക്യം, പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. നമുക്കത് അറിയാവുന്നതാണ്. പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യൻ എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിന്റെ ഒരു കൽപ്പനയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. ആ ഒരു കൽപ്പന ചെയ്യുന്നവർ ഒരിക്കലും അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാനൊക്കില്ല. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ മുഴുവൻ കൽപ്പനകളും അനുസരിച്ചതേ ഉള്ളൂ. അപ്പൊ ന്യായപ്രമാണം മനുഷ്യനോട് പറയുന്ന എന്താ? അത് മുഴുവൻ, അല്ലെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരോട് പറയുന്നത് അത് മുഴുവനും അനുസരിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കൽപ്പന മാത്രം അനുസരിച്ച് ഒരിക്കലും നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ഇപ്പം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു, കൊല ചെയ്യരുത് എന്ന് പറഞ്ഞു, കൊല ചെയ്യാതിരുന്നിട്ട് നമ്മൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ നാം ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുണ്ട്, ഒരിക്കലും നീതി പ്രാപിക്കുകയില്ല. കാരണം ന്യായപ്രമാണം പറയുന്ന എല്ലാം അനുസരിക്കുക എന്നാണ്. നമ്മൾ കൊല ചെയ്യുന്നില്ല, നാം മോഷ്ടിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മോഹിക്കുകയാണെങ്കിൽ നാം ന്യായപ്രമാണം അനുസരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, വചനത്തിൽ പറയുമ്പം ഒരു എക്സാമ്പിൾ നമ്മൾ മാനുഷികമായ എക്സാമ്പിൾ ആകുകയില്ല. എന്നാലും ഞാനൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ റോഡിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ട്രാഫിക് റൂൾസും അനുസരിച്ചേ ഒക്കത്തുള്ളൂ, അല്ലേ? നമ്മൾ ഒരു റൂൾ അനുസരിക്കാതെ പോയി കഴിഞ്ഞാല്, അല്ല നമ്മളെ സ്പീഡ് ലിമിറ്റ് നമ്മുടെ കൂടിയോ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്താലും, ഇതുവരെ ഞാൻ സ്പീഡ് ലിമിറ്റ് കൂട്ടിയില്ല, ഞാൻ ഇതുവരെ ട്രാഫിക് റൂൾ മുഴുവൻ അനുസരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ അപ്പോൾ എന്തുവാ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പെർഫെക്റ്റ് ആണ്, ഞാൻ ജോലിയിൽ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. ആ ട്രാഫിക് റോഡിലായിരിക്കുമ്പോൾ അപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെയാണ് ന്യായപ്രമാണം. വചനം പറയുന്നു, നമ്മൾ ഒന്ന് അനുഷ്ഠിച്ചിട്ട് മറ്റൊന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ നീതീകരിക്കാനായിട്ട് പാടില്ല. അപ്പം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് ആണ്. അതിലേക്ക് ഒരു മനുഷ്യനും
ചെല്ലുവാനായിട്ട് ഒത്തുകയില്ല. അപ്പം ദൈവം പറയുന്നു ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുക, നമ്മളെ കൊണ്ട് ആരെയും കൊണ്ട് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ റോമാലേഖനം നമുക്ക് അതെല്ലാം പറയുന്നുണ്ട്. ന്യായപ്രമാണം കേൾക്കുന്നവനല്ല ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നു, ന്യായപ്രമാണം മുഴുവനായി അനുസരിക്കുന്നവനത്രേ. നമുക്ക് റോമലേഖനം 2:25 ഒന്ന് വായിച്ചു പോകാം. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത്, ന്യായപ്രമാണം ലംഘിയാലും നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം യഹൂദന്മാരും ഒക്കെ വിചാരിക്കുന്ന, അല്ലെങ്കിൽ കർമ്മമാർഗം വിശ്വസിക്കുന്നവർ, ന്യായപ്രമാണം അല്ലെങ്കിലും കർമ്മമാർഗം വിശ്വസിക്കുന്നവര് ആ പ്രവൃത്തിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ വചനം പറയുകയാണ്, നീ ന്യായപ്രമാണം നീ മുഴുവൻ ന്യായപ്രമാണം ആചരിച്ചാൽ മാത്രമേ അതിൽ ഒരു കൽപ്പനയായ പരിച്ഛേദന നിനക്ക് പ്രയോജനമുള്ളതാകുകയുള്ളൂ. അല്ലെങ്കിൽ നീ ന്യായപ്രമാണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൽപ്പന തെറ്റിച്ചു കഴിഞ്ഞാൽ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി പോകുന്നു. കാരണം പരിച്ഛേദന ഏറ്റത് കൊണ്ട് ന്യായപ്രമാണം അനുസരിച്ചു എന്ന്, ന്യായപ്രമാണത്താൽ നീതി പ്രാപിക്കുമെന്ന് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. കാരണം അവര് വിചാരിക്കുന്ന പരിച്ഛേദന ഏറ്റത് കൊണ്ട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാ, ദൈവത്തിന്റെ മക്കളാണെന്നൊക്കെ വിചാരിക്കും. വചനം പറയുകയാണ്, അങ്ങനെയല്ല. നീ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചാൽ മാത്രമേ നീ പരിച്ഛേദന ഏറ്റത് കൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീരുമെന്നും പറയുന്നു. ഗലാത്യർ 3:10 നമ്മൾ പഠിച്ചതാണല്ലോ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴിലാവുന്നു. ന്യായപ്രമാണത്തിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ഒരിക്കലും നീതീകരിക്കപ്പെടുകയില്ല. കാരണം അത് ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. യാക്കോബ് അപ്പോസ്തലൻ അത് പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണത്തിൽ ഒരു കൽപ്പന തെറ്റിച്ചാൽ മുഴുവനിലും തെറ്റിപ്പോയി എന്ന് പറയും. നമുക്കതെല്ലാം അറിയാവുന്നതാണ്. നമുക്ക് താഴോട്ട് പോകാം. അപ്പം ക്രിസ്തുയേശുവിലൂടെ മാത്രമേ സമ്പൂർണ്ണ രക്ഷ ഉണ്ടാകുള്ളൂ. കാരണം ക്രിസ്തുയേശുവിലുള്ള സമ്പൂർണ്ണ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സ്വയം പ്രവൃത്തിയാലല്ല. പ്രവൃത്തിയാൽ നമുക്ക് ആർക്കും രക്ഷ പ്രാപിക്കാൻ ഒക്കത്തില്ല. ഏത് മാർഗമാണെങ്കിലും അത് ന്യായപ്രമാണത്തിന്റെ മാർഗമാണ്, ഈ ലോകത്തിന്റെ മാർഗമാണെങ്കിലും ഏത് മാർഗമാണെങ്കിലും അതിലൂടെ ഒന്നും രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. രക്ഷ പ്രാപിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമാണ്, അത് ക്രിസ്തുവിന്റെ മാർഗം മാത്രമേ ഉള്ളൂ. ആ വിശ്വാസത്തിന്റെ കൂടെ വേറൊന്ന് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് കുറയ്ക്കാൻ ഒക്കില്ല. പക്ഷെ എനിവേ അതിനോടൊന്ന് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാലും നമുക്ക് യാതൊരു രക്ഷയില്ല. നാം ആ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടി പോയതാണെന്നാണ് വചനം പറയുന്നത്. അപ്പം ന്യായപ്രമാണം ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. അത് കഴിഞ്ഞ അടുത്ത വാക്യത്തിലേക്ക് പോകാൻ. റോമലേഖനം 3:19-20 നമുക്ക് അറിയാവുന്ന വാക്യമാണ്, വായിച്ചു പോകാം. ന്യായപ്രമാണം പറയുന്നതല്ല, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്ന നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധി ശിക്ഷായോഗ്യമായി തീരുന്നത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും അവന്റെ സന്നിധി നീതീകരിക്കപ്പെടലും ന്യായപ്രമാണത്തെ പാപത്തിന്റെ പരിജ്ഞാനം അത്ര വരുന്നത്. അതുകൊണ്ട് പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാല് നാം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി മുഴുവനും പൂർത്തിയാക്കുന്നില്ല. അപ്പൊ പരിച്ഛേദന ഏൽക്കുന്നവർ ന്യായപ്രമാണം നീതീകരിക്കപ്പെടണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കേണ്ടതാണ്. അപ്പം അത് അനുസരിക്കാൻ ആർക്കും കഴിയുകയില്ല. ഓക്കെ, 4-ാമത്തെ വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേറുവിട്ടുപോയി കൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യ ക്രിസ്ത്യാനികൾ അവര് യേശുവിന്റെ രക്തത്താൽ നീതി പ്രാപിച്ചതാണ്. അവര് പ്രവൃത്തികളല്ല നീതീകരിക്കപ്പെട്ടത്. അവര് ഇപ്പോൾ എന്തു പറ്റി അവർക്ക്? അവർ ഒരിക്കൽ ക്രിസ്തുവിനെ അറിഞ്ഞതാണ്. അവർ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ വന്നതാണ്. ഇപ്പോൾ യഹൂദ മതാനുസാരികളാൽ വശീകരിക്കപ്പെട്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടെ അനുഷ്ഠിക്കുവാനായിട്ട് അവർ അതിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അപ്പം പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ സെപ്പറേറ്റഡ് ഫ്രം ക്രൈസ്റ്റ്, ആ ക്രിസ്തുവിൽ നിന്ന് വേർവിട്ടു പോയി. അപ്പം ആ ക്രിസ്തുവിലൂടെ നീതി ലഭിച്ചവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടെ അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളെ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ക്രിസ്തുവിലൂടെ പൂർണ്ണ രക്ഷ, അതിന് വേറൊരു മാർഗവുമില്ല, വേറൊരു മാർഗത്തിന്റെയും കാര്യമില്ല. പിന്നെ അതിനോടൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ കിട്ടിയവർ വേറൊരു മാർഗത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് പിന്നെ ക്രിസ്തുവിനെ കൊണ്ട് ആവശ്യമില്ല. സമ്പൂർണ്ണ രക്ഷ എന്ന് വിശ്വസിക്കുന്നതിന് പകരം വേറൊന്നിലും കൂടെ ആശ്രയിച്ചാൽ എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചത് വെറുതെ ആയി പോയി എന്നതാണ്. അപ്പം പൗലോസ് പറയണ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറയുന്നത്. അപ്പം ഈ വാക്യം ശരിക്കും അനേകം വ്യാഖ്യാന
പെശകുകൾ ഉളവാക്കുന്ന വാക്യമാണ്. നമ്മൾ പ്രത്യക്ഷത്തില് ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാല് വായിച്ചു നോക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഗലാത്യ വിശ്വാസികള് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വീണു പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു വ്യക്തി പാപം ചെയ്താൽ, അല്ലെങ്കിൽ വിശ്വാസിയായി ഏതൊരു വ്യക്തിയും പാപം ചെയ്താൽ റിപ്പന്റ് ചെയ്ത് അല്ലെ മാനസാന്തരപ്പെട്ട ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നാൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ കൃപയിൽ നിന്ന് വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഗലാത്യ വിശ്വാസികൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവര്, അപ്പൊ യഹൂദ മതാനുസാരികളാൽ വശീകരിക്കപ്പെട്ട്, അപ്പൊ അവര് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ കൂടെ ആശ്രയിക്കുന്നത് കൊണ്ട് അവർ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി എന്ന് പറയുന്നത്. അപ്പം നാം വായിച്ചു, ഒരു മനുഷ്യന് സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പം നമ്മളൊന്ന് നോക്കിയാല് ഗലാത്യ ലേഖനം 1:6 ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോയി. അവിടെ ഒരു വേറൊരു സുവിശേഷവുമായി കുറെ പേർ വന്നതുകൊണ്ട് അവരിലേക്ക് മാറിപ്പോയി. എന്നിട്ട് 5:2 പറയുന്നത്, നിങ്ങൾ പരിച്ഛേദനയേറ്റ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചവർ വീണ്ടും മറ്റൊന്നിലേക്ക് പോകുമ്പോൾ വേറൊന്നിന് അടിമയാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പിന്നെയും കുടുങ്ങുവാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് അതിന് അർത്ഥം. അപ്പം ആ യഥാർത്ഥമായ വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ, അവരുടെ രക്ഷ എന്ന് പറയുന്നത് നിത്യമാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടതാണ്, അത് നിത്യമാണ്, അതൊരിക്കലും പോവുകയില്ല. അത് കർത്താവ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 3:36, പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. നിത്യജീവന് വേണ്ടി നാം വേറെ ഒന്നിലും ആശ്രയിക്കേണ്ട കാര്യമില്ല, വിശ്വാസം മാത്രമാണ്. ഒന്ന് വായിച്ചു പോകാം, യോഹന്നാന്റെ സുവിശേഷം 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അപ്പം ആ ഒരു വിശ്വസിക്കുന്നവനാ നിത്യജീവൻ ഉള്ളത്. പ്രവൃത്തിയാൽ അല്ല നാം ആരും നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ ആ കർത്താവിന്റെ ആ കൃപയാൽ രക്ഷിക്കപ്പെട്ടിട്ട് നാം വേറൊന്നിലേക്ക് പോവുകയാണെങ്കിൽ നാം വീണ്ടും അടിമനുഖത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ക്രിസ്തുവിലെ ആ ക്രൂശിലെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാലാണ് നാം നീതീകരിക്കപ്പെടുന്ന, വേറെ ഒന്നിന്റെയും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇവിടെ അവര് വേറെ ഒന്നിലേക്ക് പോയപ്പോൾ പറയുകയാണ്, അവര് കൃപയിൽ നിന്ന് വീണുപോയി. നമ്മള് കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞാൽ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്ന കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയെ എന്നിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുകയില്ല എന്ന് പറഞ്ഞു. നാം കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതരാണ്. പക്ഷേ നാം ഒരു അതിൽ നിന്ന് മാറിപ്പോകാൻ നമ്മെ തന്നെ ആക്കി തീർക്കുകയാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, കർത്താവിന്റെ നുകത്തിൻ കീഴിലാണ് നാം. നമ്മെ തന്നെ കർത്താവിന്റെ നുകത്തിൻ കീഴിലാക്കിയവർ കർത്താവിന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിച്ചു പോകത്തില്ല. പക്ഷെ നമുക്ക് തനിയെ പോകാൻ ഒക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 10 യോഹന്നാന്റെ സുവിശേഷം ഒന്നുകൂടെ അല്ല വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10:28. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്നിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല എന്ന് പറയുന്ന. അപ്പൊ ഇവിടെ കൃപയിൽ നിന്ന് വേർവിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്ന fallen away എന്നാ പറയുന്നത്. അപ്പൊ നാം പിടിച്ചിരിക്കുന്ന എന്തിൽ നിന്നാണോ അതിൽ നിന്ന് നാം പിടിവിട്ട് മാറിപ്പോയി എന്നാണ് അർത്ഥം. അപ്പൊ പിടിവിട്ട് മാറിപ്പോകാമോ? മാറിപ്പോകാം. നമ്മള് ഹീബ്രൂസിലൊക്കെ അങ്ങനെയല്ലേ നാം പഠിച്ചത്, അല്ലെ? എബ്രായ ലേഖനമൊക്കെ നാം പഠിച്ചപ്പം അവര് ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നവര്, അവരൊരിക്കലും അടിമത്തത്തിലായിരുന്നു. അവരെ സ്വതന്ത്രരാക്കാൻ മോശയിൽ കൂടെ കൊണ്ടുവന്നതാണ്, കനാനിലേക്ക് കൊണ്ടുവന്നവരാണ്. പക്ഷെ അവര് ആർപ്പോടും പാട്ടോടും നൃത്തത്തോടും ഒക്കെ കൂടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ പലതിലാലും അവർ പിന്നെയും കുടുങ്ങിപ്പോയി, അല്ലെ? അപ്പൊ എബ്രായ ലേഖനം പറയുന്ന ആ സത്യം വരുമാനുള്ള ലോകത്തിന്റെ ശക്തി അനുഭവിച്ചവർ പിന്നെ പിന്മാറിപ്പോകെ അവരുടെ ആ അവസാനം പിന്നെ നാശത്തിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു വാക്യം മാത്രം വായിച്ചു പോകാം. എബ്രായ ലേഖനം 6:5-6. എബ്രായ ലേഖനം 6:5-6.
ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാനായിട്ട് കഴിവുള്ളതല്ല. നമുക്ക് അനേക എക്സാമ്പിൾ ഇതിന് വചനത്തിൽ നിന്ന് കാണാം. പക്ഷെ നാം ഒരു നുകത്തിന് കീഴിലായി, നാം അടിമ നുകത്തിലായിരുന്നു, നാം ക്രിസ്തുവിന്റെ നുകത്തിന് കീഴിലായിരുന്നു. നമ്മുടെ സ്വന്തമായിട്ട് നാം വന്നതാണ്, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താണ്. ആരും നമ്മെ അതിൽ നമ്മെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നതല്ല, നാം സ്വയത്താൽ വന്നതാണ്. പക്ഷെ അതിന്റെ കീഴിലായിരിക്കുമ്പോഴും നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നാം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നാം ഒരു രാജ്യത്ത് നിന്ന് വന്ന് വേറൊരു രാജ്യത്തിലായിരിക്കുകയാണ്. നാം ഇന്ത്യയിൽ നിന്ന് വന്ന് അമേരിക്കയിൽ ആയിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഇന്ത്യ ഗവൺമെന്റ് റൂളാണോ അനുസരിക്കേണ്ടത്, അമേരിക്കൻ ഗവൺമെന്റ് റൂളാണോ അനുസരിക്കേണ്ടത്? ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നു എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാൻ നോക്കുവോ? ഒരിക്കലും ഒക്കത്തില്ല. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു റൂളുണ്ട്, ഒരു പോളിസി ഉണ്ട്. നാം ഒരു എംപ്ലോയറെ മാറി മറ്റൊരു എംപ്ലോയറിന്റെ കീഴിലാകുമ്പോൾ പഴയ എംപ്ലോയറിന്റെ റൂൾസ് അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പുതിയ റൂൾ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ നാം പഴയ നുകത്തിന് കീഴിൽ നിന്ന് മാറി പുതിയ നുകത്തിന് കീഴിൽ വന്നപ്പോൾ അത് റൂളില്ലാത്ത സ്ഥലമൊന്നുമല്ല. അവിടെയും റൂൾസും റെഗുലേഷൻസും ഉണ്ട്. പക്ഷെ നമുക്ക് ആ റൂൾസ് അനുസരിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണ് ആ റൂളും റെഗുലേഷൻസും ഒക്കെ. പക്ഷെ നമുക്ക് ഒരിക്കലും അനുസരിക്കാൻ ഒക്കില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് നമ്മെ പ്രാപ്തരാക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 7:1 പറയുന്നത്, അതുകൊണ്ട് നമ്മെ തന്നെ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഏത് വാഗ്ദത്തങ്ങളാ? ദൈവം നമ്മുടെ പിതാവും നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആകുന്നത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നാം വിശുദ്ധിയോടെ ജീവിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾക്കും ഒരു ആഗ്രഹം വേണം, എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കണം. പരിശുദ്ധാത്മാവിന് നാം അടിമപ്പെട്ട് ജീവിക്കുന്ന അടിമപ്പെട്ടല്ല, നാം പരിശുദ്ധാത്മാവിന്റെ വിധേയത്വത്തിലായി ജീവിക്കുന്ന ഒരു അവസ്ഥ നമുക്കും ഉണ്ടായിരിക്കണം. കാരണം പരിശുദ്ധാത്മാവ് നമ്മോട് ഒരു കാര്യം പറയും, നമുക്ക് ഇഷ്ടമുള്ള നടക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു രാജ്യത്തിലായിരിക്കുമ്പോൾ, ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തിന്റെ റൂൾസ് അനുസരിക്കാൻ ദൈവം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയും നാം അതിൽ അനുസരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ മാത്രമേ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. ഞാൻ 2 കൊരിന്ത്യർ 1:7 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഞാൻ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ എത്തിച്ചു. അപ്പൊ നമുക്കും ഒരു റോളുണ്ട്. നാം ദൈവത്തെങ്കിലേക്ക് വരുന്നതിൽ നമുക്ക് യാതൊരു റോളുമില്ല. അത് ക്രിസ്തുവിന്റെ ക്രൂശിലെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാ. അതിൽ നമ്മൾ വിശ്വാസം മാത്രം മതി. വിശ്വാസവും അത് തന്നെ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം. ആ വിശ്വാസം ദൈവം നമുക്ക് തന്നത് കൊണ്ടാണ് നാം ദൈവത്തെ അറിയാനായിട്ട് ഇടയായി തീർന്നത്. പക്ഷേ ആ ഒരു ചെറിയൊരു വിശ്വാസം, ആ വിശ്വാസം മാത്രം മതി. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം നാം നമുക്കറിയാം, നാം പണ്ട് ജീവിച്ച അവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ? നാം കുഞ്ഞുനാളിൽ നാം ജീവിച്ച സാഹചര്യമല്ല നമ്മുടെ സാഹചര്യം. അത് നമുക്ക് ഫോണില്ലായിരുന്നു, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നമ്മൾ പാപത്തിൽ പോകാൻ ചാൻസ് വെറും കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിയേ, നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയേ, നാം എത്രത്തോളം തെറ്റിപ്പോകാമെന്ന അവസ്ഥയിലായിരിക്കുന്നത്. ഞാൻ കൊച്ചുപിള്ളേരെ ആരെയും കുറിച്ചല്ല പറയുന്നത്, നമ്മളെ എല്ലാവരെയും കുറിച്ചാ പറയുന്നത്. എല്ലാവർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും തെറ്റിപ്പോകാവുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നാം എന്താ ചെയ്യേണ്ടത്? നാം നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 6:17-18 കാരണം ദൈവം നമ്മളെ മറ്റിൽ നിന്നും വേർപെട്ടിരിപ്പിന്, അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിന്നാ പറയുന്നത്. അങ്ങനെയായാൽ നിങ്ങളെ ഞാൻ കൈക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ പിതാവ്, നിങ്ങൾ എനിക്ക് പുത്രന്മാരുമായിരിക്കുന്ന സർവശക്തനായ കർത്താവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്
അനുസരിച്ചാണ് നാം പോകേണ്ടത്. അപ്പം നാം ലോകത്തിന്റെ മക്കളാണെങ്കിൽ പണ്ട് ലോകത്തിന്റെ കാലഗതിയും അതിനനുസരിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ലോകത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചായിരുന്നു നാം പോയിക്കൊണ്ടത്. ഇപ്പം നമ്മുടെ കർത്തൃത്വം മാറിയിരിക്കുകയാണ്. നാം ആരുടെ? സർവശക്തനായ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നാം വരികയും ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞ് പോവുകയും, നമ്മെ കാണുന്നവർ ദൈവത്തെ കാണുമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ആ വചനത്തിലൊത്തതായിരിക്കണം. അല്ലെങ്കിൽ മുഖത്ത് ദൈവത്തിന്റെ മകളെന്ന് എഴുതി വെച്ചേക്കുന്നല്ല, നമ്മളോട് ഇടപെടുന്നവർ, നമ്മളോട് കൂടെ സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെ കാണുന്നവർ നമ്മളുടെ പ്രവൃത്തി മൂലം മനസ്സിലാക്കണം അവൾ ഈ ലോകത്തിന്റെ പുത്രി അല്ലെന്നുണ്ടെങ്കിൽ അവൾ ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നവളായിരിക്കും എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അപ്പൊ നമുക്കും ഒരു റോളുണ്ട്, നമ്മുടെ പ്രവൃത്തിയിലും അത് വെളിപ്പെട്ടിരിക്കണം. ഓക്കെ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, നമുക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിശ്വാസി പാപം ചെയ്യുമോ? തീർച്ചയായും ചെയ്യും. അത് വചനത്തിൽ തെളിവുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം നമുക്കൊന്ന് വായിച്ചു പോകാം. 1 യോഹന്നാൻ 1:7, 8, 9 വാക്യങ്ങൾ. ഞാൻ വിശ്വാസിയാണ്, ഞാൻ ദൈവത്തിങ്കിലേക്ക് വന്നതാണ്, ഞാൻ ഇനി പാപം ചെയ്തില്ലെന്ന് ആർക്കും പറയാനായിട്ടൊക്കത്തില്ല. യോഹന്നാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ നിങ്ങൾ കളവ് പറയുന്നു, നിങ്ങൾ കള്ളന്മാരാണെന്നാണ് അവിടെ പറയുന്നത്. ഞാൻ വായിക്കാം. അവൻ 1 യോഹന്നാൻ 1:7, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാവുന്നു. ഒരു ജാതികളോടല്ല യോഹന്നാൻ അപ്പോസ്തലൻ അത് പറയുന്നത്, വിശ്വാസികളായ തന്റെ സഭയോടാണ് പറയുന്നത്, തന്നെ അറിയുന്നവരോടാണ് പറയുന്നത്, വിശ്വാസികളായിരിക്കുന്നവരോടാണ് പറയുന്നത്. കാരണം പാപത്തിലേക്ക് പോകാൻ, പാപം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആരും എന്താ പറയുക, നീതിമാന്മാരല്ല, ഒരുത്തൻ പോലുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊക്കെയും പാപത്തിലേക്ക് വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നാം ആ വീണു പോകുന്നു മനസ്സിലായി എങ്കിൽ നാം അതിൽ വീണ്ടും കുടുങ്ങിപ്പോകാതെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം ദൈവത്തിലേക്ക് വീണ്ടും തിരിയണം, മാനസാന്തരപ്പെടുക, തിരിഞ്ഞു വരിക. അതാണ് അവിടെ പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നു, എന്നാ ബാക്കി ഒന്നുകൂടെ വായിക്കാം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെട്ട് വെച്ചിരിക്കുന്ന ക്രിസ്തുവിനോട് വേർപെട്ടു പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഗലാത്യ ക്രിസ്ത്യാനികൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞാല് അവര് ആ ഒരു ക്രിസ്തുവിനെ സ്വീകരിച്ച അവസ്ഥ, സ്വാതന്ത്ര്യം, ആ സ്വയ പ്രയത്നത്താൽ അല്ല ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് വേറെ അടിമത്തത്തിലേക്ക്, അല്ലെ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലേക്ക് പോയപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം, നാം വേറെ എന്തെങ്കിലും ലോകത്തിന്റെ ആദിപാഠങ്ങളിലേക്ക് പോയെങ്കിലോ, അല്ലെങ്കിൽ നാം ജഡത്തിന്റെ അടിമത്തത്തിലേക്ക് പോയെങ്കിലോ, നമ്മുടെ സ്വയത്തിന്റെ അടിമത്തത്തിലേക്ക് ചെയ്യുകയാണെങ്കിൽ നാം കൃപയിൽ നിന്ന് വേറിട്ട് പോയി എന്ന് പറയാം. അടുത്തൊരു വ്യാഖ്യാനം പറയുന്നത്, യഹൂദ മതാനുസാരികള് അവരെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചു. പക്ഷെ ആ വീണവരൊക്കെയും യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവരെ വിശ്വാസികളെന്ന് നടിക്കുകയും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കും വേണമെങ്കിൽ അതൊന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവര് ക്രിസ്തുവിനെ ന്യായപ്രമാണം ക്രിസ്തുവിന് വിപരീതമായി, അല്ലെങ്കിൽ ന്യായപ്രമാണമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി എന്ന് പറയാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപം പെരുകിയ ഒരു സ്ഥലത്താണ് നാം ജീവിക്കുന്നത്. അപ്പം റോമാലേഖനം 6-ാം അധ്യായത്തിൽ പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചു. എന്തുകൊണ്ടാ കൃപ അത്യന്തം വർദ്ധിച്ച്? ആർക്ക് വേണ്ടിയിട്ടാ കൃപ വർദ്ധിച്ചത്? ദൈവമക്കൾക്ക് വേണ്ടിയാ കൃപ വർദ്ധിച്ചിരിക്കുന്നത്. കാരണം നാം പാപത്തിലേക്ക് പോകുവാനല്ല ദൈവം നമ്മളെ മക്കളാക്കി തീർത്തത്, ആ പാപം ചെയ്യാതിരിക്കാനുള്ള വലിയൊരു കൃപ ഓരോ ദിവസവും നമുക്ക് തരുന്നുണ്ട്. നാം പറഞ്ഞു, പണ്ട് നമ്മൾ ആയിരുന്ന അവസ്ഥയല്ല നാം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങള്. ഏതു തരത്തിലും പാപം ചെയ്യുവാൻ നമുക്ക് സാധ്യത ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ കൃപ
അത്യന്തം പെരുകിയെന്നാ പറയുന്നത്. പാപം ചെയ്യുന്നിടത്ത് പാപം പെരുകിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചെന്നാ പറയുന്നത്. അപ്പൊ കൃപയാൽ നമുക്ക് പാപം ചെയ്യുവാതിരിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ആരും വലിയ ആളുകളായിരുന്നിട്ടല്ല നാം പാപം ചെയ്യാതിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാലാണ് നാം പാപം ചെയ്യാതായിട്ട് ഇരിക്കുന്നത്. അപ്പം നമ്മൾ പാപം ചെയ്യാതിരിക്കണം എങ്കിൽ, ആ കൃപ നമുക്ക് വേണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ദൈവവചനം ദിവസവും വായിക്കണം. എല്ലാ ദിവസവും വായിക്കണം. വായിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നു എന്നതും ദൈവം നമ്മെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വചനം വായിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഒന്നും മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് പ്രമാണിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നാം അറിയണമെങ്കിൽ നാം എന്തോ ചെയ്യണം? വായിച്ചു വിടണം, അല്ലയോ? അങ്ങനെ വായിച്ചു വിടുകയല്ല ചെയ്യുന്നത്. വായിച്ചുവിട്ടാൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. നാം സമയമെടുത്ത് ഇരുന്ന് വായിച്ച് ധ്യാനിച്ച് അത് അനുസരിക്കുന്നവരായി തീരണം. അപ്പം നാം വചനം വെറുതെ വായിച്ചുകൊണ്ട് ശരിയാകുകയില്ല. വചനം ധ്യാനിക്കണം. ധ്യാനിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കണം. കാരണം നമുക്കൊന്നും ഇത് തന്നെത്താൻ പഠിക്കുവാൻ കഴിയുന്നതല്ല. കർത്താവെ, എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമേ, അങ്ങയുടെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കർത്താവെ എനിക്ക് മനസ്സിലാക്കി തരണമേ. ഇത് വചനം PhD ഒക്കെ എടുക്കാം, എല്ലാവർക്കും പലതും പഠിക്കാം. പക്ഷെ ഹൃദയത്തിന്റെ ദൃഷ്ടി ദൈവം പ്രകാശിച്ചാൽ മാത്രമേ ദൈവം ആരെന്നും ദൈവത്തിന്റെ വഴികൾ ഏതെന്നും നമുക്ക് മനസ്സിലാക്കുവാനും അത് അനുസരിച്ച് നടക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. എത്രയോ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അവര് വീണ്ടും നാശത്തിലേക്കാ പോകുന്നത്. നമുക്ക് ഇപ്പം ഗൂഗിളും യൂട്യൂബും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രസംഗിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് കിട്ടും. അതുകൊണ്ടൊന്നും നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നില്ല. ദൈവത്തിന്റെ വഴികൾ അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടണം. അങ്ങനെ നാം വചനം വായിക്കണം, നാം പ്രാർത്ഥിക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി തീരണം. പരിശുദ്ധാത്മാവിന് കീഴടങ്ങി ജീവിക്കുന്നവരായി തീരണം. അപ്പൊ നമുക്കൊരു ഓട്ടം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നുണ്ട്. ആ ഓട്ടം എന്താ? ആ സ്ഥിരതയോടെ ഓടിച്ചേർക്കാനുള്ളത്. ഇടയ്ക്ക് വെച്ചിട്ട് ഓട്ടം നിർത്തുന്ന അവസ്ഥ ആയിരിക്കരുത്. സ്ഥിരതയോട് ഓടുവാനാ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കുവിൻ, അല്ലെ? തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ ഒരു ഓട്ടം ഓട്ടം ഓടിത്തീർത്ത ഒരു കർത്താവിനെയാണ് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ആ ക്രിസ്തുവിനെ നോക്കിയാണ് നാം മുന്നോട്ടുള്ളത്. വേറെ ഒന്നിനെ നോക്കി നാം ഓടരുത്. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയാൽ നാം വഴിതെറ്റി പോകാനായിട്ട് ഇടയുണ്ട്. മറ്റുള്ളവരെ നോക്കിയാൽ നാം വഴിതെറ്റി പോകാനായിട്ട് ഇടയുണ്ട്. ക്രിസ്തുവിനെ തന്നെ നോക്കി മുമ്പോട്ട് പോയാൽ മാത്രമേ കർത്താവിന്റെ കൃപയിൽ എപ്പോഴും നിൽക്കുവാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ നാം വീണ്ടും തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീരും. അപ്പൊ ഇവിടെ പറയുന്ന ഗലാത്യ ക്രിസ്ത്യാനികൾ, അവര് ആ ക്രിസ്തുവിലേക്ക് വന്നവർ, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ആശ്രയിച്ചത് കൊണ്ട് അവർ ക്രിസ്തുവിൽ നിന്ന് വേർവിട്ടു പോയി, എന്ന് കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃപയിൽ നിന്ന് വീഴാൻ ചാൻസസ് ഉണ്ട് നാം. അതുകൊണ്ട് അന്ന് അവരോട് പറഞ്ഞെങ്കിൽ ഇന്നും ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. അത് ഇന്ന് നമ്മോടും പറയുകയാണ്. നാം നിൽക്കുന്ന കൃപയിൽ തന്നെ നിൽക്കുക. ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നാം ഉറച്ചു നിൽക്കുക. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോകാം. ഒത്തിരി വാക്യം എഴുതി വെച്ചിട്ട് ഞാനൊന്നും വായിക്കുന്നില്ല. നമുക്ക് മുമ്പോട്ട് പോകാം. 5 നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവർത്തി ആത്മാവിനാൽ കാത്തിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങളൊക്കെ നീതി ലഭിച്ചവരാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും അല്ല. നിങ്ങൾ കുറച്ചുപേര് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചു. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിന് വീണുപോയി. പക്ഷെ ഞങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസും തന്റെ കൂട്ടുവേലക്കാരും അല്ലെ, തന്നോട് കൂടെ ഉള്ളവരും വിശ്വാസത്താൽ നീതി ലഭിക്കും എന്ന പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. വിശ്വാസത്താൽ നീതി ലഭിച്ചവരാണ്, അല്ലെ? പക്ഷെ ഇവിടെ നീതി ലഭിക്കും എന്തിനാ പറയുന്നേ? പക്ഷെ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തി, അതാണ് പ്രത്യാശ നിവർത്തി. അതിന്റെ ഒരു കംപ്ലീഷൻ ഉണ്ട്. അപ്പൊ സാൽവേഷൻ
കഴിഞ്ഞ് സാങ്ക്ടിഫിക്കേഷനും കഴിഞ്ഞ് അതിന്റെ പ്രത്യാശ നിവർത്തി ഏതാ? ഗ്ലോറിഫിക്കേഷൻ. ആ തേജസ്കരണത്തിന്റെ അതിനാണ് പറയുന്നത് ഇവിടെ പ്രത്യാശ നിവർത്തി. ഞങ്ങള് തേജസ്കരിക്കപ്പെടും, ഞങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും എന്നാണ് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാക്കേണ്ടതിനെ അവന്റെ ജാതിജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പം ദൈവം നമ്മെ വിളിച്ചെങ്കിൽ ദൈവം നമ്മെ നീതീകരിച്ചു, നമ്മെ ഇപ്പോൾ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അന്തം എന്താണ്? നിത്യജീവനാണ്. അത് ആ തേജസ്കരണത്തിന്റെ അവസ്ഥയാണ്. അപ്പം പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്കൊരു പ്രത്യാശ നിവൃത്തിയുണ്ട്. എന്താ? ഞങ്ങൾ ആ തേജസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് ഞങ്ങൾ ആയിത്തീരും എന്ന് ഞങ്ങൾ ആ ആത്മാവിനാൽ കാത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. റോമാലേഖനം 8:18-19 എങ്ങനെയാ പറയുന്നത്? നമുക്കെല്ലാം ഒരു ആഗ്രഹം വേണം. കാരണം ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടവർ, ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിലുള്ളവർക്ക് എപ്പോഴും ഒരു ഞരക്കമുണ്ട്. എന്തിനാ? നമ്മുടെ ആ ഞാൻ വായിക്കാം 8:18-19 വാക്യങ്ങള്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല നിന്ന് സൃഷ്ടി ദൈവപുത്രന്മാരുടെ സൃഷ്ടി പോലും വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 23, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. കാരണം നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉള്ളിൽ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ആത്മാവിനാൽ ഒരു ഞരക്കമുണ്ട്. എന്തിനാ? നാം ക്രിസ്തുവിനോട് ആ അനുരൂപരായി തീരുന്ന ഒരവസ്ഥയിലായിത്തീരും, അല്ലെ തേജസ്കരണം അതിന്റെ അവസ്ഥയിലായിത്തീരും. ഇപ്പോഴും നമ്മള് നിത്യജീവൻ പ്രാപിച്ചവരാ. പക്ഷെ ആ നിത്യജീവൻ ഒരു അന്തമുണ്ട്. ഒരു തേജസ്കരണം ഉണ്ട്. ആ ക്രിസ്തുവിനോട് കൂടെ ആയിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെ? ആ അവസ്ഥയ്ക്ക് വേണ്ടി പൗലോസ് കാത്തിരിക്കുക. കാരണം ആ നീതീകരിക്കപ്പെട്ടവർ, നിത്യജീവൻ ലഭിക്കപ്പെട്ടവർ കൃപയിൽ നിന്ന് വീണു പോയാൽ ആ പ്രത്യാശ നിവർത്തി അവർക്ക് എത്തുവാനായിട്ട് കഴിയുകയില്ല. ഞങ്ങളോ എന്താ പറയുന്നേ? ആ പ്രത്യാശ നിവർത്തി, നീതി ലഭിക്കുമെന്ന പ്രത്യാശ നിവർത്തിക്കായി കാത്തിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. കാരണം നമ്മളെ ദൈവമായി ഇവിടെ ആക്കിയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ കുറച്ചു സമയം ജീവിക്കാൻ അനുവദിച്ചിട്ട് നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന അവസ്ഥയിൽ ആയിത്തീർക്കാനാണ് നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത്. അത് അല്ലെങ്കിൽ നമ്മളെ കർത്താവ് വീണ്ടെടുക്കപ്പെട്ടിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ അങ്ങനെ ജീവിക്കാനല്ല ആഗ്രഹിക്കുന്ന. നമ്മളുടെ നിത്യജീവൻ അല്ലെ ഒരു പ്രത്യാശ നിവർത്തിയുണ്ട്. നാം ക്രിസ്തുവിനെ അവൻ ഇരിക്കുമ്പോൾ തന്നെ കാണേണ്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ പോലെ നമ്മളുമായി തീരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്കാണ് ആക്കിയിരുന്ന പൗലോസും പറയുകയാണ്, ഞങ്ങളും അതിനുവേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോയി. നിങ്ങൾ അതിൽ നിലനിന്നാൽ മാത്രമേ ആ പ്രത്യാശ നിവർത്തി നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ നമ്മളോടും പറയുകയാണ്, നമ്മൾക്കും ഒരു പ്രത്യാശ നിവർത്തിയുണ്ട്. നാം അതിനായി കാത്തിരിക്കണം. നാം അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. പൗലോസ് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിലൊക്കെ പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ. അങ്ങനെ ഞാനും നിശ്ചയമില്ലാത്തതൊന്നുമല്ല ഓടുന്നത്. കാരണം അംഗം പൊരുതുന്ന എല്ലാത്തിലും വർജനം ആചരിക്കുന്നു എങ്കിൽ അവരെന്തോ കിരീടം പ്രാപിപ്പാനാ? അവര് വാടുന്ന കിരീടം പ്രാപിപ്പാനാണ് വർജനം ആചരിക്കുന്നത് എങ്കിൽ, വാടാത്ത കിരീടം പ്രാപിക്കുന്ന നാം എത്രത്തോളം വർജനം ആചരിക്കേണ്ടവരും. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാന് നിശ്ചയമില്ലാത്ത വണ്ണം ഒന്നുമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ ഒന്നുമല്ല മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളുന്നതിലായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണെന്ന് ചെയ്യുന്നത്. അങ്ങനെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി ജീവിച്ചാൽ മാത്രമേ നാം വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. ഇത് ദൈവം തന്നെ ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. അപ്പൊ നാം ശരീരത്തെ അടിമപ്പെടുത്തണം, ദണ്ഡിച്ചടിമപ്പെടുത്തണം. ഇത് ആയാസകരമായ ഒരു കാര്യമൊന്നും അല്ല വിശുദ്ധിയോടെ ജീവിക്കുക എന്ന് പറയുന്നത്. അത് നാമും അതിന് നല്ലൊരു റോളുണ്ട്. എന്നാൽ മാത്രമേ ആ പ്രത്യാശ നിവർത്തിയിൽ നാം ആയിത്തീരുവാനായിട്ട്
കഴിയുള്ളൂ. കാലസമ്പൂർണത ഒരു വ്യവസ്ഥയുണ്ട്. സകലവും ക്രിസ്തുവിനോടുകൂടി ആയിച്ചേരും, ക്രിസ്തുവിനോട് ഒന്നായി ചേരുന്ന ഒരു കാലസമ്പൂർണതയിലെ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ഇടയ്ക്ക് വെച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ നാം അതിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയില്ല. 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അതിനെ നമ്മെ ഒരുക്കുന്നത് ആരാ? ദൈവമാ നമ്മെ ഒരുക്കുന്നത്. നാം ഈ കൂടാരത്തിൽ വസിക്കുമ്പോഴേ നാം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുകയാണെങ്കിലും നമ്മള് ആ ഞരങ്ങിക്കൊണ്ട് ആ ക്രിസ്തുവിനോട് നമ്മളാ എന്താ പറയാ, നമ്മുടെ ശരീരം വിട്ട് ക്രിസ്തുവിനോട് ചേരുന്ന അവസ്ഥയിൽ ആയിരിക്കാൻ നമുക്ക് എപ്പോഴും ഒരു ഞരക്കം ഉണ്ടായിരിക്കണം. അതിനെ നമ്മളെ ഒരുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമുക്ക് 2 കൊരിന്ത്യർ നമ്മൾ 5 അധ്യായം പഠിച്ചല്ലോ. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. 5:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു. കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു പരലോകത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരാണ്. ഈ ലോകത്തിലുള്ള എന്താ പറയുന്നത്, സന്തോഷമൊന്നും അനുഭവിച്ച് ഈ ലോകത്തിൽ നിന്ന് തന്നെ നശിച്ചു പോകാനായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കൊരു നിത്യഭവനമുണ്ട്. ഈ കൂടാരത്തിൽ, നമ്മുടെ ശരീരമാകുന്ന ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി ഇരിക്കുന്നുവെങ്കിൽ സ്വകീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുപാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ട മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുക. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നത് എന്തിനു വേണ്ടിയാ? ആ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു പറഞ്ഞതുപോലെ നമ്മളും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. 5-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ. അപ്പൊ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും നാം നമ്മുടെ വീണ്ടെടുപ്പ് നാളിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആയിത്തീരണം. പൗലോസ് പറയും, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്ന് ഞങ്ങളെ പ്രത്യാശയോടെ കാത്തിരിക്കും. നമുക്കൊരു പ്രത്യാശ വേണം. ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ചു പോകുവാനല്ല, നാം ക്രിസ്തുവിനോട് അനുരൂപരായി തീരേണ്ടതാണ്. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്നെല്ലാം നമ്മെ വീണ്ടെടുത്ത് നമ്മെ ദൈവമക്കളാക്കി തീർത്തത് ഈ ലോകത്തിൽ നശിച്ചു പോകാനായിട്ടല്ല, നിത്യജീവന്റെ അവകാശത്തിലേക്ക് എന്നും ക്രിസ്തുവിനോട് കൂടെ വാഴുന്ന അവസ്ഥയിൽ ആയിത്തീരുവാനായിട്ടാണ്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അടുത്ത വാക്യം ക്രിസ്തുവേശുവിൽ 6-ാമത്തെ വാക്യം. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. അവിടെ ഗലാത്യ ക്രിസ്ത്യാനികൾ പരിച്ഛേദനയേറ്റ്, ചിലർ പരിച്ഛേദനയേറ്റ് നീതി ലഭിക്കുമെന്നൊക്കെ വിശ്വസിച്ച് അവരോട് പറയുകയാണ്, ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന. അവരങ്ങനെ ചെയ്തെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം, ആത്മാവിനാൽ നടത്തപ്പെടുത്തുന്നവര് സ്വന്തമായി എന്ത് പ്രവൃത്തി കൊണ്ടോ ദൈവത്തിങ്കിലേക്ക് വരുവാൻ കാരണമില്ല, അല്ലെങ്കിൽ പരിച്ഛേദനയുമില്ല, അഗ്രചർമ്മവുമില്ല. നമ്മളെ ജഡത്തിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തി കൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. നീതി ലഭിക്കുന്ന ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പം പക്ഷെ അങ്ങനെ പറയുമ്പോൾ ചോദിക്കും, നമ്മുടെ പ്രവൃത്തികൾ കാരണമായി തീരല്ലേ? നാം നമ്മുടെ പ്രവൃത്തികളാൽ ദൈവത്തോട് എന്താ പറയുന്നത്, നമ്മുടെ പ്രവൃത്തികളാൽ ഒരിക്കലും ദൈവമായുള്ള ബന്ധത്തിന് നമ്മെ പ്രാപ്തരാക്കുന്നില്ല. ക്രിസ്തു ഓൾറെഡി നമുക്ക് വേണ്ടി ചെയ്തതാണ് നമ്മെ ദൈവത്തോടുള്ള ബന്ധത്തിന് നമ്മെ പ്രാപ്തരാക്കുന്നത്. പക്ഷേ അങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യണം. കർത്താവ് പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ അകത്തോട്ട് പോകുന്ന ഒന്നുമല്ല മനുഷ്യനെ ശുദ്ധിയുള്ളതാക്കുന്ന പുറത്തുനിന്ന് വരുന്നത്, അല്ലെ? ഈ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിലും ഒരു വാക്യം ഞാനൊന്ന് വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തില് വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യമാണ് പറയുന്നത് എങ്കിലും പുറമേ ഉള്ള ഒരു പ്രവൃത്തിയും നമ്മെ ദൈവത്തിലേക്കുള്ള ബന്ധത്തിന് യോഗ്യരാക്കുന്നില്ല എന്ന അർത്ഥമാണ് ഇവിടെ പറയുന്നത്. കാരണം ക്രിസ്തുവിൽ പരിശോധനയില്ല, അഗ്രചർമ്മമില്ല, അതൊന്നും നമ്മെ ദൈവത്തിങ്കിലേക്ക് നടത്തുന്നില്ല, ദൈവവുമായി ബന്ധപ്പെടുവാൻ അത് നമ്മളെ സഹായിക്കുന്നതല്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 8:7. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചില വിഗ്രഹപരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായിരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല.
അങ്ങനെ ചില ബാഹ്യമായ കാര്യങ്ങൾ അത് വിഗ്രഹാർപ്പിതത്തെ കുറിച്ചാണ് പറയുന്നത്. ആ മനസാക്ഷി നിമിത്തം തിന്നുക തിന്നാതിരിക്കുക എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. നമ്മളത് പഠിച്ചതാണ്. പക്ഷെ ആ ഒരു നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. പരിച്ഛേദന ഏറ്റ അത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. പരിച്ഛേദന ഏൽക്കുന്ന ഏവനും ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആത്മാവിലാൽ നടത്തപ്പെടുന്നവർ അതിന്റെ പ്രവൃത്തി ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. നമുക്ക് റോമാലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോഴേ യഹൂദന്മാരെ സംബന്ധിച്ച് അവരോട് പറയുന്നുണ്ട്, ഒരു ആചാരാനുഷ്ഠാനങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തിന് കാരണമാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കും. അത് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. റോമാലേഖനം 2-ന്റെ 25-ഉം 26-ഉം 29 വരെയുള്ള വാക്യങ്ങളെ വായിക്കാം. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ള, കാരണം ന്യായപ്രമാണം മുഴുവൻ ആചരിച്ചാലേ അത് നമ്മൾ വായിച്ച വാക്യമാണ്. ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീരുന്നു. എന്നാൽ അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്നെണ്ണുകയില്ല. കാരണം ജാതിയായവൻ ന്യായപ്രമാണത്തിന്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് കഴിഞ്ഞാൽ അവൻ ഹൃദയത്തിലുള്ള പരിച്ഛേദനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് താഴെ പറയുന്നത് സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണം ലംഘിയാൻ തന്നെ അവൻ വിധിക്കുകയില്ലയോ. പുറമെ യഹൂദനായവൻ യഹൂദനല്ല എന്ന് പറയുമ്പോൾ പരിച്ഛേദന ഏറ്റവൻ യഹൂദനല്ല. പുറത്തെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അക്കമേ യഹൂദനായവൻ അത്ര യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിന്റെ ഹൃദയ പരിച്ഛേദന അത്ര പരിച്ഛേദന അവന് മനുഷ്യരായ ദൈവത്തെ. അപ്പം ഹൃദയത്തിലാണ് നാം പരിച്ഛേദന ഏൽക്കേണ്ടത്. ഹൃദയത്തിന് പരിച്ഛേദനയുള്ളവരായി തീരണം. ദൈവത്തെ അനുസരിക്കുന്നവരായി തീരണം. ആത്മാവിനാൽ അനുസരിച്ച് നടക്കുന്നവരായി തീരണം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചരവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. അല്ലെ, ഓരോ വാക്യവും പ്രസക്തമാണ്. ഓരോ വാക്യവും നമുക്ക് ഓരോ വാക്കും ഇവിടെ പറഞ്ഞ ക്രിസ്തുവേശുവിൽ എന്ന് പറഞ്ഞാൽ ഇൻ ക്രൈസ്റ്റ്. നമുക്കറിയാം ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് ക്രിസ്തുവേശുവിലൂടെയാണ്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിലല്ല അല്ലാതെ ദൈവത്തിന്റെ ഒരനുഗ്രഹവും ലഭിക്കത്തില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരനുഗ്രഹങ്ങളും ലഭിക്കത്തില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സമ്പത്തുകളൊക്കെ കിട്ടുന്നത് അനുഗ്രഹമല്ലേ എന്ന് ചോദിക്കും. അതല്ല അനുഗ്രഹം. അത് ദൈവം സൃഷ്ടിക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. അത് ജനറൽ ബ്ലെസ്സിങ്സ് ആണ്. അതെല്ലാവർക്കും കൊടുക്കും. നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും ദൈവം മഴ പെയ്യ്ക്കുന്ന ദൈവമാണ്. അപ്പൊ അത് എല്ലാവർക്കും ഉള്ളതാണ് ഈ ഭൗമിക അനുഗ്രഹങ്ങളൊക്കെ. ആ ദൈവത്തിന്റെ മക്കൾക്ക് ഭൗമിക അനുഗ്രഹങ്ങളെല്ലാം, ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരും. പക്ഷെ ആ അനുഗ്രഹങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ക്രിസ്തുവേശുവിലുള്ളവർക്ക് അനുഗ്രഹം വേറെയാണ്. സാധാരണ സൃഷ്ടികൾക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്കും ലഭിക്കും. അതുപോലെ തന്നെ അതിലുപരിയായി നമുക്കറിയാം എഫേസ്യ ലേഖനം 1-ാം അധ്യായം പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുവേശുവിൽ, അല്ലെ. അപ്പൊ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഏതാ? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ മുൻ നിയമിച്ചു, നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ ആ പാപങ്ങളുടെ അതിക്രമം എന്ന വീണ്ടെടുപ്പ് നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് തന്നു, നമ്മെ വിളിച്ചു, വേർതിരിച്ചു, മക്കളാക്കി തീർത്തു, നമ്മെ ആത്മാവിനെ അച്ചാരമായി തന്നു. ഇതെല്ലാമാണ് സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ. പക്ഷെ ഇത് ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും ഈ ഒരനുഗ്രഹങ്ങളും കിട്ടുകയില്ല. നിത്യജീവന്റെ അവകാശത്തിലേക്ക് ആയിത്തീരുവാനും കഴിയുകയില്ല. കാരണം സൃഷ്ടിതാവ് സൃഷ്ടികളെ പരിപാലിക്കുക എന്നുള്ളത് സൃഷ്ടിതാവിന്റെ ഉത്തരവാദിത്തമാകിയാൽ എല്ലാ സൃഷ്ടികളെയും പരിപാലിക്കുന്ന ദൈവത്തിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ദൈവം ഈ ഭൂമിയിലെ കുറെ അനുഗ്രഹങ്ങളൊക്കെ സൃഷ്ടികൾക്ക് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ മക്കൾക്കാണ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിറയുന്നത്. നാം ഈ ലോകത്തിലെ എത്ര അനുഗ്രഹങ്ങൾ അനുഭവിച്ചാലും ദൈവത്തിന്റെ മക്കളായില്ലെങ്കിൽ സ്വർഗീയമായ ഒരനുഗ്രഹവും നമുക്ക് കിട്ടത്തില്ല. ഇതെല്ലാം നാം ഭൂമിയിൽ വെച്ചിട്ട് പോകേണ്ടതാണ്. അപ്പൊ നിത്യജീവന്റെ അവകാശം അല്ലെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ക്രിസ്തുവേശുവിൽ
എന്ന ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ക്രിസ്തുവിലുള്ളവർ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. അവരിൽ ജഡത്തിലെ ഒരു പ്രവൃത്തിയും ദൈവവുമായ ബന്ധത്തിൽ പ്രയോജനമുള്ളത് അല്ല. ഇനി ക്രിസ്തുവേശുള്ളവർക്ക് പരിച്ഛേദനയില്ല, അഗ്രചർമ്മവുമല്ല. എന്തോ പിന്നെ ഉള്ളത്? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ്. അപ്പം ഒരു വ്യക്തിയെ ദൈവത്തിന് സ്വീകാര്യനാക്കി തീർക്കുന്നത് വിശ്വാസമല്ലാതെ മറ്റൊന്നും അല്ല. അപ്പം നാം ഒരു വ്യക്തിയെ ക്രിസ്തുവിന് സ്വീകാര്യനാക്കി തീർക്കുന്നത് വിശ്വാസമല്ലാതെ ഒരു പ്രവൃത്തിയും അല്ല. അപ്പം നമ്മൾ അതിന് പറയുന്ന സേവിങ് ഫെയ്ത്ത്. അപ്പൊ ആ ഒരു വിശ്വാസത്താലാണ് നാം രക്ഷയിലേക്ക് വന്നത്. നീതിയില്ലാതിരുന്ന നമ്മൾ ദൈവം തന്റെ നീതിയെ പകർന്ന് നമ്മെ വിശ്വാസത്താൽ രക്ഷിക്കുന്നു. അതാണ് സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഒരു ചിന്തകൻ പറഞ്ഞ ഇങ്ങനെയാണ്, സേവിങ് ഫെയ്ത്ത് ഈസ് എ ലിവിങ് ഫെയ്ത്ത് ഇൻ എ ലിവിങ് സേവിയർ. അപ്പം ഇവിടെ പറയാം, സേവിങ് ഫെയ്ത്ത് ഈസ് എ ലിവിങ് ഫെയ്ത്ത് ഇൻ എ ലിവിങ് സേവിയർ. മലയാളത്തിൽ പറഞ്ഞാൽ ജീവിക്കുന്ന രക്ഷകനുള്ള ജീവനുള്ള വിശ്വാസമാണ്. അല്ലെ? ആ ജീവിക്കുന്ന ഒരു രക്ഷകനിൽ ഒരു ജീവനുള്ള വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞത് ബുദ്ധിപരമായ ഒരു കേവലം വിശ്വാസമല്ല, അത് സജീവമായതാണ്, അത് ആക്റ്റീവാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉള്ളവർ ക്രിസ്തുവിന് പൂർണ്ണമായും ക്രിസ്തുവിന്റെ ആശ്രയത്വത്തിലായിരിക്കുന്ന ഒരവസ്ഥ, അതല്ലെ? ക്രിസ്തുവിന്റെ നുകത്തിന് കീഴിൽ സമർപ്പിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരവസ്ഥ ഉള്ളവരിലാണ് ആ സേവിങ് ഫെയ്ത്ത് ഉള്ളവർ ക്രിസ്തുവിനെ അനുസരിച്ച് നടക്കും. അങ്ങനെ ഉള്ളവരിൽ ജെനുവിനായിട്ട് പുറപ്പെടുന്നതാണ് ആ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്നുള്ളത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നവർ, ക്രിസ്തുവിൽ ആശ്രയിച്ച് ക്രിസ്തുവിന്റെ നുകത്തിൻ കീഴിൽ ആത്മാവിനാൽ നടത്തപ്പെട്ടവരിലാണ് ആ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമുള്ളത്. അപ്പം വെറുതെയുള്ള ജെനുവിൻ ഫെയ്ത്ത്, വെറുതെയുള്ള ഈ ലോകപ്രകാരമുള്ള വിശ്വാസമല്ല, ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ ഒരു സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം ഉണ്ടായി തീരും. അപ്പം അങ്ങനെയുള്ള വിശ്വാസത്താൽ ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെയും അതുപോലെ മറ്റു മനുഷ്യരെയും സ്നേഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 7:19 ഇങ്ങനെ പറയുന്നു, പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്ന അത്രേ കാര്യം. ദൈവകൽപ്പന പ്രമാണിക്കുക എന്ന് പറഞ്ഞാല് നാം ന്യായപ്രമാണത്തിലെ മുഴുവൻ കൽപ്പനകളും ഒന്നായി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും അതുപോലെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യും. അപ്പം ആ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹവും അതുപോലെ സഹോദരനോടുള്ള സ്നേഹവും ഒരുപോലെ വ്യാപരിക്കുന്നതാണ് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ആ സേവിങ് ഫെയ്ത്ത് നമ്മൾ ദൈവം തരുമ്പോൾ ആ സ്നേഹത്തിലൂടെ നമ്മൾ വിശ്വാസത്തിലൂടെ നമ്മൾ ആ സ്നേഹം വ്യാപരിക്കുവാനായിട്ട് കഴിയും. ഓക്കെ, കർത്താവ് തന്നെയാണ് നമുക്ക് അതിന്റെ മാതൃക. കാരണം കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. എന്താ പുതിയ കൽപ്പന? പണ്ട് നിങ്ങളോടത് ചെയ്യുവാനായിട്ട് പറഞ്ഞു, പക്ഷെ ഇപ്പോൾ അതല്ല, ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് നിങ്ങൾ ചെയ്യുക പറയുന്നത്, അല്ലെ? ന്യായപ്രമാണം പറയുന്നത് നിങ്ങൾ ഇതെല്ലാം ചെയ്യ, പക്ഷെ ആരും അത് കാണിച്ചു തന്നില്ല. പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് മാതൃക പറ്റിച്ചു പോയി. യോഹന്നാന്റെ സുവിശേഷം 13:34 വാക്യം ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13:34, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അപ്പം കാണിച്ചു കൊടുത്തിട്ടാ സ്നേഹിക്കാൻ പറഞ്ഞേക്കുന്നത്, അല്ലേ? അപ്പം കർത്താവാണ് നമ്മുടെ മാതൃക. അപ്പം അത് 35-ാമത്തെ വാക്യം നോക്കിയേ, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകുമെന്ന് പറയുന്നു.
യോഹന്നാൻ 15:12 കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. അപ്പം 1 യോഹന്നാന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നാം അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ അവനെ നാം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പം കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമെങ്കിലും കൽപ്പനകൾ അനുസരിച്ചില്ല എങ്കിൽ നാം അവന്റെ ശിഷ്യന്മാരല്ല. അപ്പം നാം വെറുതെ നമ്മെ തന്നെ വഞ്ചിച്ചു കളയുകയാണ് ചെയ്യുന്നത്. സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കൽപ്പനകളെ അനുസരിക്കണം എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. സ്നേഹിക്കുന്നവന് മാത്രമേ കൽപ്പന അനുസരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഒരുവൻ പറഞ്ഞു എങ്കിൽ അവൻ കൽപ്പനകളെ അനുസരിക്കുന്നവനായിരിക്കണം. കൽപ്പന അനുസരിക്കാതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ തന്നെത്താൻ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് യാക്കോബിന്റെ ലേഖനം, ഞാൻ കുറെ വാക്യങ്ങൾ വിടുകയാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഥാർത്ഥമായ വിശ്വാസം അതിന്റെ പ്രവൃത്തി ചെയ്യുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ വായിച്ചു വിടാതെ മാത്രം നമുക്കൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 2:14 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്തേ? ആ വിശ്വാസത്തിൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് താഴെ പറയുന്നത്. വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ അതിന്റെ പ്രവൃത്തി എന്താ? 15 മുതലുള്ള വാക്യങ്ങള്. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ നിങ്ങൾ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ല, ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്ന ഉപകാരം എന്ത്? അപ്പം നാം പറയുന്നത് പോലെ നാം പ്രവൃത്തി ചെയ്താൽ മാത്രമേ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഹെരോദ രാജാവ് യോഹന്നാന്റെ സമയത്ത് യോഹന്നാൻ പ്രവാചകൻ എന്ന് വിശ്വസിച്ച അല്ലേ? പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ എന്തോ പറ്റി? യോഹന്നാനെ തല ശിരച്ഛേദം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. എന്തുകൊണ്ടാ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ സാഹചര്യങ്ങൾ സമ്മർദ്ദം, വിശ്വസിക്കുന്നു പറഞ്ഞു, എന്നിട്ട് പക്ഷെ പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞു, പക്ഷെ പ്രവാചകനെ ശിരച്ഛേദം ചെയ്യുന്ന അവസ്ഥയിലായി. കാരണം ആ വിശ്വാസത്തിനൊക്കെ പ്രവൃത്തി അവിടെ കാണുന്നില്ല എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജനുവിനായ വിശ്വാസം എന്ന് പറയുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ മാറിപ്പോകുന്നതായിരിക്കില്ല. ചിലർ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നടിക്കുകയും രഹസ്യ ക്രിസ്ത്യാനികളും രഹസ്യ വിശ്വാസികളും ഒക്കെ ഉണ്ടല്ലേ, പുറത്തു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വിശ്വാസിയാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർ ശരിക്കും ആ ജെനുവിൻ വിശ്വാസത്തിലേക്ക് വന്നവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ആൾക്കാരൊക്കെ ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ തല വെച്ചു കൊടുത്തവരാ. പൗലോസ് പറയുന്നുണ്ട് അക്വിലാസിനെയും പ്രിസ്കിലയെ കുറിച്ച്, അവര് തന്റെ പ്രാണന് വേണ്ടി അവരുടെ തല വെച്ചു കൊടുത്തവരാകും, കഴുത്ത് വെച്ചു കൊടുത്തവരാകും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി, ക്രിസ്തുവിന് വേണ്ടി ഒന്നും ത്യജിക്കാതെ എന്താ പറയുന്നത്, എല്ലാം ത്യജിച്ച് എന്തും ചെയ്യുവാൻ സന്നദ്ധതയുള്ളവരായിരുന്നു എന്നൊക്കെയാണ്. നമുക്കറിയാം, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്നൊക്കെ പാടിയ ആ മഹത് വ്യക്തികളൊക്കെ തന്റെ മുമ്പിൽ തന്റെ ഭാര്യയും തന്റെ മക്കളും ഒക്കെ മരിക്കുന്നത് കണ്ടിട്ടും എന്തു പോയാലും ഞാൻ കർത്താവിന് വേണ്ടി നിലനിൽക്കുമെന്ന് പറഞ്ഞ, മുമ്പിൽ മക്കളും ഭാര്യയും മരിക്കുന്നത് കണ്ടിട്ടും അങ്ങനെ പറയുവാൻ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ, എന്തു വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞവരായിരുന്നു അന്നത്തെ ദൈവമക്കളൊക്കെ ആയിരുന്നവര്. അവർക്ക് ഒത്തിരി വചനം അറിഞ്ഞുകൊണ്ടൊന്നും അല്ല, പക്ഷെ വിശ്വസിച്ച് അവർക്ക് ആ ഒരു വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രത്തോളം പഠിക്കുന്നുണ്ട്, നമുക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടായിരിക്കും അല്ലെ? അപ്പം ആ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചാൽ സ്നേഹത്തിന്റെ അധ്യായമാണല്ലോ അത്. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി സംസാരിക്കുന്നില്ല, സത്യം സംസാരിക്കുന്നൊക്കെ നമ്മൾ പറയും. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആരാധനയിലും അനുസരണത്തിലും ചെന്നെത്തുന്നതായിരിക്കണം. അപ്പം ദൈവത്തോടുള്ള ആരാധന എന്ന് പറയുമ്പോൾ സഭാഹോളിനകത്തെ ആരാധന അല്ല, അതിന് പുറത്തെ ആരാധനയാണ് വർഷിപ്പ് ഔട്ട്സൈഡ് ദ ചർച്ച്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സെന്ന് ഓർത്തിട്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി
നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ജീവനുള്ള ആരാധനയായി തീരണം. അതെന്താ? ഈ ലോകത്തിന് അനുഭവമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുകയും. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ലോകത്തിന് അനുഭവപ്പെട്ടു പോകുന്നില്ല. പക്ഷെ ഇതിന് വെളിയിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? അതാണ് ജീവനുള്ള ആരാധന. ദൈവത്തെ അനുസരിച്ച് നടക്കുന്നതാണ് ദൈവത്തോടുള്ള അനുസരണം, അല്ലെങ്കിൽ അനുസരണമാണ് ആരാധന എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൊണ്ട് ദൈവത്തെ, വായു കൊണ്ട് കുറെ ദൈവത്തെ സ്തുതിച്ചു എങ്കിൽ തന്നെ എൻ്റെ പ്രവൃത്തികളെ ഞാൻ ദൈവത്തെ എന്താ പറയുക അനുസരിക്കുന്നില്ല എങ്കിൽ അത് വെറും ശൂന്യമായ ആരാധനയാണ്. പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി തന്നെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നാം മാനസാന്തരപ്പെട്ട് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരുന്ന അവസ്ഥയിൽ ആയി തീരണം. അപ്പൊ മനസ്സ് പുതുക്കിയുള്ള ജീവിതമാണ് ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. ഇവിടെ അഗ്രചർമ്മമൊന്നുമില്ല, പരിച്ഛേദനയൊന്നുമില്ല. വിശ്വാസത്താൽ വ്യാപരിക്കുന്ന, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യമെന്ന് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകുവാൻ നമുക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇവിടുത്തെ ഗലാത്യ ക്രിസ്ത്യാനികൾ നല്ല മോട്ട ഓടി തിരിഞ്ഞാണ്. അവരെ കുറിച്ച് പറയുന്ന അവർ ആത്മാവ് കൊണ്ട് ആരംഭിച്ചവരാണ്. പക്ഷെ അവർ കൃപയിൽ നിന്ന് വിട്ടുപോയി, വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് അവർ മാറിപ്പോയി. അവർ മറിച്ചു കളഞ്ഞൊരു സുവിശേഷത്തിലേക്ക് അവർ മാറിപ്പോയി എന്നാ പറയുന്നത്. ഇവിടെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. നാം ആ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലായിരിക്കുമ്പോൾ അതിനകത്തുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ വലിയൊരു സ്വാതന്ത്ര്യമാണ്, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാത്തിന്റെയും ഒരു അവസ്ഥയാണ് ക്രിസ്തുവിന്റെ നുകത്തിന്റെ കീഴിലായിരിക്കുന്നത്. അങ്ങനെയുള്ളവർ അതിൽ തന്നെ നിലനിൽക്കുക. അതിൽ നിന്ന് വേറെ എന്തിന്റെങ്കിലും പുറകെ പോയാൽ നാം ക്രിസ്തുവിൽ നിന്ന് വേർവിട്ടു പോയി, കൃപയിൽ നിന്നും വീണുപോയി എന്നാ പറയുന്നത്. നമ്മൾക്ക് ഹീബ്രൂസ് പറഞ്ഞതുപോലെ ഒരിക്കൽ സത്യത്തിന്റെ പ്രകാശം ലഭിച്ചവർ അന്ന് മാറിപ്പോയാൽ പിന്നെ അവരെ മനസ്സാന്തരത്തിൽ നടത്തുവാൻ കഴിയുകയില്ല. പക്ഷെ പൗലോസ് അവര് വിട്ടുപോയി എന്ന് അറിഞ്ഞിട്ടും, നമുക്ക് താഴെയുള്ള വാക്യങ്ങൾ പഠിക്കാമെങ്കിലും ഞാൻ പറയുകയാണ്, അവര് വിട്ടുപോയി എന്ന് അറിഞ്ഞിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് എഴുതുന്നത്? നിങ്ങൾ വിട്ടുപോയി. പക്ഷെ പൗലോസിന് അറിയാം, അവരുടെ ദൈവവചനത്താൽ അവരോട് പറയുകയാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർ വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരും എന്ന ഒരു പ്രത്യാശയോടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്, അല്ലെ? എനിക്ക് ക്രിസ്തുവിൽ പ്രത്യാശയുണ്ടെന്നാ പറയുന്നത്. നിങ്ങളെ കുറിച്ചൊരു പ്രത്യാശയുണ്ട്. കാരണം എന്താ? നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളത്. കാരണം എന്താ? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം അയക്കുന്നിടത്ത് നിന്ന് വെറുതെ തിരിച്ചു കിടത്തില്ല, അല്ലെ? അതിന്റെ പ്രവൃത്തി ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നേ, പേനയെടുത്ത് എഴുതുമ്പോൾ, വിശ്വാസത്താൽ എഴുതുമ്പോൾ പൗലോസിന് നല്ലൊരു വിശ്വാസമുണ്ട്. എന്താ? ഗലാത്യ ക്രിസ്ത്യാനികളെല്ലാം തിരിച്ചു വരും എന്നുള്ളൊരു പ്രത്യാശയോടെ എഴുതുന്നത്. അവരോട് പറയാം, നിങ്ങൾ പോയി എങ്കിലും നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങൾ മാനസാന്തരമായിട്ട് കൃപയിലേക്ക് വാ. നിങ്ങൾ ആ ക്രിസ്തുവിന്റെ നീതി ലഭിച്ചവർ വേറൊന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനെ വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അതിൽ നിങ്ങൾ നിൽക്കരുത്. കർത്താവ് നമ്മെ സ്വാതന്ത്ര്യത്തിനായി സ്വതന്ത്രരാക്കി. അതിൽ ഉറച്ചു നിൽക്കണം. നമ്മോടുമുള്ള പ്രബോധനമാണ്. നാമും അതിൽ ഉറച്ചു നിൽക്കാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സ്തോത്രം. കാരണം നമുക്ക് കഴിയില്ല. നമ്മൾക്ക് ചെയ്യുവാൻ കഴിയിപ്പിക്കുന്ന ദൈവമാണ്. ആ കർത്താവിനോട് കൂടെയുള്ള ജീവിതത്തിൽ നാം നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രത്യാശ നിവർത്തി പ്രാപിക്കാനായിട്ട് കഴിയും. നീതി ലഭിക്കുമെന്ന പ്രത്യാശ നിവർത്തി പ്രാപിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം വിശ്വാസം കാത്തിന് നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. നമുക്കും അത് പറയുവാനായിട്ട് കഴിയണം. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടം എന്നാ തീരുന്നത് നമുക്കറിയില്ല. ആ ഓട്ടം തീരുന്നത് വരെ നമ്മിൽ വെച്ചിരിക്കുന്ന ട്രാക്കില്, നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ട്രാക്കുണ്ട്. ആ ഓട്ടക്കുളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുണ്ട്. ആ ട്രാക്ക് തെറ്റിപ്പോയാൽ പോയി. ആ വെച്ചിരിക്കുന്ന ട്രാക്കിലൂടെ, ദൈവവചനം എന്ന ട്രാക്കിലൂടെ, ദൈവാത്മാവ് നടത്തുന്ന ആ പാതയിലൂടെ നാം നടന്നാൽ മാത്രമേ നമുക്ക് ഓട്ടം തികയ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.